ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എംപവറിംഗ് യു ചാനലിലേക്ക് സ്വാഗതം. ഇംഗ്ലീഷ് അടിപൊളിയായി സംസാരിക്കാൻ മലയാളത്തിലൊരു ഫോർമുല ഇന്ന് തുടങ്ങുകയാണ്. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതിന് മുമ്പത്തെ ഇൻട്രഡക്ഷൻ വീഡിയോ കൂടി കണ്ടിട്ട് ഇത് കാണുകയാണെങ്കിൽ കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആയിരിക്കും. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ടെൻസിനെ പറ്റിയൊക്കെ ഒന്ന് സൂചിപ്പിച്ചിരുന്നു. 3 തരം കാലങ്ങളുണ്ട്: വർത്തമാനകാലം, ഭാവി കാലം, ഭൂതകാലം. ഇന്ന് വെർബിനെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടാവും പാർട്സ് ഓഫ് സ്പീച്ച്. ഞാൻ ഗ്രാമർ പഠിപ്പിക്കുകയല്ല കേട്ടോ, ഒരു നോളജ്, ഒരു അറിവിലേക്കായി പറയുകയാണ്. പാർട്സ് ഓഫ് സ്പീച്ച്: വെർബ്, ആഡ്വർബ്, നൗൺ, പ്രോനൗൺ, അഡ്ജക്റ്റീവ്, പ്രൊപ്പോസിഷൻ, കൺജങ്ഷൻ, ഇൻ്റർജങ്ഷൻ, ഇതൊക്കെയാണ്. അതിൽ ഫസ്റ്റ് പറഞ്ഞ വെർബ് ഉണ്ടല്ലോ, ഈ വെർബ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അതൊരു സംഭവം തന്നെയാണ്. നമ്മൾ ഒരു കാര്യം പറയുന്നു വിചാരിക്കുക. ഇന്നലെ ഞാൻ പോകും, നാളെ ഞാൻ വന്നു. നമ്മളങ്ങനെ പറയുമോ? ഇല്ല. ഇംഗ്ലീഷിൽ ഐ വിൽ ഗോ യെസ്റ്റർഡേ തെറ്റാണ്. ഐ കെയിം ടുമാറോ അതും തെറ്റാണ്. ഇത് തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെർബിനെ പറ്റി മനസ്സിലാക്കണമെന്ന് പറയുന്നത്. വെർബ് 3 ഫോമിലാണുള്ളത്. 3 ഫോമാണ് വെർബിൻ്റെ ഉള്ളത്: V1, V2, V3. വെർബ് 1, വെർബ് 2, വെർബ് 3. ഒരു എക്സാമ്പിൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മാങ്ങ തിന്നുകയാണെന്ന് പറഞ്ഞല്ലോ. ഐ ഈറ്റ് എ മാംഗോ. അതിൽ ആ ഈറ്റ് ഉണ്ടല്ലോ, അതാണ് വെർബ്. നമ്മളെന്തെങ്കിലും ചെയ്യുക, ചെയ്യുന്നു, ആ പറയുന്നതാണ് വെർബ്. ഡു, ഡസ്, ഡിഡ്, ഡൺ, ചെയ്യുക, അതാണ് വെർബ്. ആ ഈറ്റ് പറഞ്ഞല്ലോ, ഈറ്റ്, ഈറ്റ്സ്, ഈറ്റ് എന്ന് പറയും, ഈറ്റ്സ് എന്ന് പറയും. നമ്മൾ സ്കൂളിലും കോളേജിലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ, ഇത് പ്രസൻറ്റ് ടെൻസ് അല്ല, പ്രസൻറ്റ്, പാസ്റ്റ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഈറ്റ്, എയ്റ്റ്, ഈറ്റൻ. ഗോ, വെൻറ്റ്, ഗോൺ. കം, കെയിം, കം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, കോളേജിലൊക്കെ പഠിച്ചിട്ടുണ്ട്. പരീക്ഷ എഴുതി പാസ്സായിട്ടുണ്ട്, പിന്നെ അങ്ങ് മടക്കി വെച്ചു. ഇപ്പോൾ ഒന്ന് പോളിഷ് ചെയ്ത് അതിനെ നമുക്ക് തിളങ്ങുന്നതാക്കി മാറ്റാം. അപ്പോൾ പറഞ്ഞു വന്നത്, പ്രസൻറ്റ്, പാസ്റ്റ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ, ഏതൊരു വെർബ് എടുത്തു കഴിഞ്ഞാലും, ഏത് കാര്യം, നമ്മളിപ്പം തിന്നുന്നു എന്നൊരു എക്സാമ്പിൾ പറഞ്ഞു. നമ്മൾ പഠിക്കുന്നു, സ്റ്റഡി, സ്റ്റഡി, സ്റ്റഡീഡ്, സ്റ്റഡീഡ്. അതുപോലെ നമ്മൾ ഓടുന്നു, റൺ, റാൻ, റൺ. ഇങ്ങനെ 3 രൂപത്തിലായിരിക്കും ഉണ്ടാവുക വെർബ്. അപ്പോൾ നമ്മൾ ഏതൊരു വെർബ് കിട്ടിയാലും ഇതിൻ്റെ 3 രൂപങ്ങളും നമുക്ക് അറിഞ്ഞിരിക്കണം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒരു കോൺഫിഡൻസ് വരും, സംസാരിക്കാൻ വളരെ ഈസി ആയിരിക്കും. നമ്മൾ ഇപ്പോൾ ഞാൻ ഐ ഈറ്റ് എ മാംഗോ എന്നാണ് പറഞ്ഞത്. എനിക്ക് പകരം വേറൊരാളാണ് യു ഈറ്റ് എ മാംഗോ. അതേമാതിരി ഹീ ഈറ്റ്സ് എ മാംഗോ, അവിടെ ഈറ്റ്സ് ആണ് പറയുന്നത്, അവിടെ ഒരു എസ് ചേർക്കും. അതെന്തിനാണ് എസ് ചേർക്കുന്നത്? ആ എസ് ചേർക്കുന്നത് സിംഗുലർ, നമ്മൾ ഒരാൾ ചെയ്യുന്ന കാര്യമാണെങ്കിൽ നമ്മളെപ്പോഴും വെർബിൻ്റെ കൂടെ എസ് ചേർക്കണം. ഹീ റൺസ്, ഹീ കംസ്. റീന ഈറ്റ്സ്, റീന സിങ്സ്. അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും. ഐ എന്ന് പറയുന്നത് ഒരാളല്ലേ, എന്നിട്ടും ഐ ഈറ്റ് എന്നല്ലേ പറയുന്നത്, ഐ ഈറ്റ്സ് പറയുന്നില്ലല്ലോ. നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, ഐ എപ്പോഴും ഒരു സ്പെഷ്യൽ ഫോമാണ് ഇംഗ്ലീഷിൽ. ഇങ്ങനെ വിചാരിച്ചാൽ മതി, ഞാൻ സ്പെഷ്യലാണ്, ഞാൻ ഐ ആം എന്നേ പറയുള്ളൂ, ഐ ആർ എന്നും പറയത്തില്ല. ഓക്കെ, ഞാൻ സ്പെഷ്യലാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഐ എപ്പോഴും സ്പെഷ്യലാണ്. ഐക്ക്
ഐ പറയുന്ന സമയത്ത് ഈറ്റ്സ് പറയണ്ട, ഐ ഈറ്റ് എന്നേ പറയത്തുള്ളൂ. അത് മാത്രം ഒന്ന് മനസ്സിൽ കുറിച്ച് വെച്ചേക്കുക. ഇത് തുടക്കക്കാർക്ക്, ബിഗിനേഴ്സിന് വേണ്ടിയാണ് ഇത്ര എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കേട്ടോ. ഇതെല്ലാം എല്ലാവർക്കും മിക്കവാറും എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എന്നാലും അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇപ്പോഴും ഈ ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞിട്ട് ഈറ്റ്സും ഈറ്റും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാവാത്തവരൊക്കെ ഉണ്ട്. ഹീ ഈറ്റ് എന്ന് പറയുന്ന, ഹീ ഈറ്റ് മാംഗോ എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് ഇപ്പോഴും, പഠിച്ചവർ തന്നെ. അപ്പോൾ അതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടിയാണ് പറയുന്നത്. ഹീ ഈറ്റ്സ് എന്ന് പറയും, ഐ ഈറ്റ് എന്ന് പറയും. അപ്പോൾ അത് ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ. അതുപോലെ 3 ഫോമുകൾ ഞാൻ പറഞ്ഞല്ലോ: ഈറ്റ്, എയ്റ്റ്, ഈറ്റൺ. റാൻ, റൺ, റൺ, റാൻ, റൺ. ഗോ, വെൻറ്റ്, ഗോൺ. ഇങ്ങനെയാണ് വരുന്നത്. ചില വേർഡ്സ് വന്നിട്ട് ഇപ്പോൾ ഗോ പറഞ്ഞല്ലോ, ഗോ, വെൻറ്റ്, ഗോൺ. അത് മൂന്ന് തരത്തിലാണ്. ഐ ഗോ, ഞാൻ പോകുന്നു, പോവുകയാണ്. ഐ വെൻറ്റ്, ഞാൻ പോയി. ഐ ഹാവ് ഗോൺ, ഞാൻ പോയിട്ടുണ്ട്. ഐ ഹാഡ് ഗോൺ, ഞാൻ പോയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ. അത് ഗോ എന്ന് പറയുന്നതിന് 3 ഫോം ഉണ്ട്. ആദ്യത്തെ V1 ആണ് ഗോ, V2 ആണ് വെൻറ്റ്, V3 ആണ് ഗോൺ. ക്ലിയർ ആയി മനസ്സിലായല്ലോ. അതേമാതിരി ഇപ്പം കം എന്ന് പറഞ്ഞല്ലോ, കം, കെയിം, കം. ഹീ കംസ്, ഹീ കംസ്. ഹീ കെയിം, ഹീ ഹാസ് കം. ഓക്കെ. ഐ ആണെങ്കിൽ ഐ കം, ഐ കെയിം, ഐ ഹാവ് കം. അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ കം നോക്ക്, കം, കെയിം, കം ആണ്. രണ്ടും ഒരുപോലെയാണ്, ഒന്ന് മാത്രം വ്യത്യാസം. ആദ്യം പറഞ്ഞതിൽ ഗോ, വെൻറ്റ്, ഗോൺ, അത് മൂന്ന് തരത്തിലാണ്. ഇപ്പം രണ്ടാമത് പറഞ്ഞത് കം, കെയിം, കം ആണ്. ഇനി കട്ട് എന്നൊരു വേർഡ് എടുത്ത് വെക്കുക. കട്ട്, അത് നമ്മൾ പ്രസൻറ്റിലും പാസ്റ്റിലും പാസ്റ്റ് പാർട്ടിസിപ്പിളിലും ഒരു വേർഡ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. കട്ട്, കട്ട്, കട്ട്. അതുപോലെ റീഡ്, റെഡ്, റെഡ്. ഐ റീഡ് എ നോവൽ, ഐ റെഡ് എ നോവൽ, ഐ ഹാവ് റെഡ് എ നോവൽ. പക്ഷെ സ്പെല്ലിംഗ് ഒക്കെ ശരി, READ ആണ്. READ ആണെങ്കിലും നമ്മൾ പ്രസൻറ്റ് ടെൻസിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് റീഡ് എന്ന് വായിക്കും. പാസ്റ്റ് ടെൻസിലാണെങ്കിൽ റെഡ് എന്നാണ് പറയേണ്ടത്. ഐ റെഡ് എ നോവൽ എന്നാണ് പറയുന്നത്. ഇത് ഞാൻ കൂടുതൽ വിശദമായിട്ട് വേറെ ഇനിയും ക്ലാസ്സുകളിൽ പറയുന്നതായിരിക്കും. ഈ വെർബ് ഫോംസിനെ പറ്റി പറയുന്ന സമയത്ത് ഇത് എക്സ്പ്ലെയിൻ ചെയ്തതേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ടാകും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഗോ, വെൻറ്റ്, ഗോൺ, മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന ഇനിയൊരു വെർബ് നിങ്ങൾ കമൻറ്റിൽ ഒന്ന് പിന്നെ കമൻറ്റിലിടണം. മനസ്സിലായില്ലേ? ഇപ്പം ഗോ, വെൻറ്റ്, ഗോൺ, അതേമാതിരി നിങ്ങൾക്ക് അറിയുന്ന ഏതെങ്കിലും ഒന്ന്, അത് 3 എണ്ണം കമൻറ്റിലിടുക. അതേമാതിരി 2 എണ്ണം കം, കെയിം, കം, അതേമാതിരി നിങ്ങൾക്ക് അറിയുന്ന ഏതെങ്കിലും ഒരു ഒന്നുണ്ടെങ്കിൽ അതും കമൻറ്റിലിടുക. പിന്നെ കട്ട്, 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 3 ഫോമിലും ഒന്ന് തന്നെയാണ് വരുന്നത്. പുട്ട്, 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 അതിന് വേറെയില്ല, പുട്ടഡ് എന്ന് പറയത്തില്ല. ഓക്കെ. അതും നിങ്ങൾക്കറിയുന്ന ഏതെങ്കിലും ഒന്ന് എങ്ങനെയും കണ്ടുപിടിച്ചിട്ട് അത് കമൻറ്റിടുക. ഇതെന്തിനാണെന്നറിയാമോ? ഇതൊരു സൈക്കോളജിയാണ്. ഇതിങ്ങനെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഉള്ളിലോട്ട് ആഴത്തിലത് പതിക്കുന്നതായിരിക്കും. നിങ്ങൾ പിന്നെ ഒരിക്കലും മറക്കത്തില്ല. ഇത് പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വ്യത്യാസം അത് നിങ്ങൾ അനുഭവിച്ചാലേ മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ ഇതൊന്ന് ചെയ്യുക. പിന്നെ ഈ വെർബ് ഞാൻ ഇനിയും കൂടുതൽ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അടുത്ത എന്താ പറയുക, എല്ലാം കൂടെ കൺഫ്യൂഷനാകും. ഇപ്പം വെർബിനെ പറ്റി മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പ്രസൻറ്റ് ടെൻസോ പാസ്റ്റ് ടെൻസോ മറ്റേ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. വെർബ് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേമാതിരി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഫ്രണ്ട്സിനോ ആർക്കെങ്കിലും ഇത് ഉപകാരപ്പെടുമെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. എപ്പോഴും നമ്മളൊരു അറിവ് ഇനിയൊരാൾക്ക് പകർന്നു കൊടുക്കുന്നില്ലേ, അത് ഗോഡ്സ് വർക്കാണ്. നമ്മുടെ പഴയ ആൾക്കാരൊക്കെ പറയും, പേരൻസ്
അച്ഛനമ്മമാർ, അതേമാതിരി ടീച്ചേഴ്സ്, നമ്മുടെ ഗുരുക്കന്മാർ, അതേമാതിരി നമ്മുടെ വീട്ടിൽ വരുന്നൊരു ഗസ്റ്റ്, അവരൊക്കെ ദൈവത്തിന് സമാനാണെന്ന് പറയും. അപ്പോൾ അച്ഛനമ്മമാർ അവരാണ് നമ്മളെ ആദ്യം പഠിപ്പിക്കുന്ന നമ്മളെ ടീച്ചേഴ്സ് അവരാണ്. പിന്നെ നമ്മുടെ ഗുരുനാഥന്മാർ, സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ്, അവരൊക്കെ ആണ് അത്. അപ്പോൾ അവരൊക്കെ നമ്മളെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അറിവ് നമുക്ക് പകർന്നു തരികയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അറിയുന്ന നമ്മുടെ ഒരു അറിവ് ഇനി ഒരാൾക്ക് പകർന്നു കൊടുക്കുന്നത് അത് ഗോഡ്സ് വർക്ക് എന്ന് പറയും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും ഷെയർ ചെയ്യുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ എൻ്റെ വീഡിയോ അവർക്ക് ഷെയർ ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ഞാൻ എൻ്റെ വീഡിയോയിൽ ചിലപ്പോൾ ഇംഗ്ലീഷ് ക്ലാസ് എടുക്കുന്നത് കൂടാതെ ചിലപ്പോൾ ഈ മോട്ടിവേഷനായിട്ടുള്ള കാര്യങ്ങൾ, ചിലപ്പോൾ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചു വരും. അത് എൻ്റെ ചാനൽ തന്നെ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് എല്ലാവരെയും മോട്ടിവേറ്റ് ചെയ്യുക. ആ മോട്ടിവേഷനിലൂടെ എല്ലാവരെയും സ്വയം പര്യാപ്തത എന്ന് പറയുന്നത്, സ്വയം വളരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുക. അവർ തന്നെ സ്വയം വളരാൻ വേണ്ടിയിട്ട്. അതാണ് ഈ ചാനലിൻ്റെ ഉദ്ദേശം. അപ്പോൾ നമ്മൾ ഒരു അടിപൊളി വീഡിയോയുമായിട്ട് അടുത്ത് തന്നെ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.